പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി, ആദ്യം മുതൽ എന്നേക്ക് തന്നെ ആമേൻ. ഇന്ന് ഏപ്രിൽ 30 വ്യാഴം. പുറപ്പാട് പുസ്തകം 34 അധ്യായം 28 വാക്യം. അവൻ അവിടെ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും 40 പകലും 40 രാവും യഹോവയോടുകൂടെ ആയിരുന്നു. അവൻ 10 കൽപ്പനയായ നിയമത്തിന്റെ വചനങ്ങളെ പലകയിൽ എഴുതി കൊടുത്തു. ഇന്നത്തെ നമ്മുടെ ജീവിതം വളരെ തിരക്കേറിയതാണ്. സമയം കുറവാണ്, ബാധ്യതകൾ കൂടുതലാണ്. എന്നാൽ ഈ തിരക്കിനിടയിലും നാം പലപ്പോഴും മറക്കുന്നത് ഒരു മഹത്തായ സത്യമാണ്. ദൈവ സാന്നിധ്യത്തിൽ ചെലവഴിക്കുന്ന സമയം തന്നെയാണ് നമ്മുടെ ജീവിതത്തെ നിലനിർത്തുന്നത് എന്ന്. വചനത്തിൽ മോശയെക്കുറിച്ച് നാം വായിക്കുന്നു, 40 ദിവസവും 40 രാവും ദൈവസന്നിധിയിൽ നിന്നു. അവൻ അപ്പം തിന്നില്ല, വെള്ളം കുടിച്ചില്ല എന്ന് കാണും. അതായത് ദൈവ സാന്നിധ്യം തന്നെയാണ് അവനെ ശക്തീകരിച്ചത്, അവൻ്റെ ആഹാരമായി തീർന്നത്, അവൻ്റെ ജീവിതമായിട്ട് തീർന്നത്. ഇന്ന് ദൈവം നമ്മോട് പറയുന്നത് വളരെ വ്യക്തമാണ്. ദൈവ സാന്നിധ്യത്തിൽ സമയം ചെലവഴിക്കുന്നവൻ ദൈവത്തിൻ്റെ രൂപത്തിൽ രൂപാന്തരപ്പെടുന്നു. മോശ ദൈവ സാന്നിധ്യത്തിൽ നിന്നപ്പോൾ അവൻ്റെ മുഖം പ്രകാശിച്ചു. അവൻ ദൈവത്തെ കണ്ടതുകൊണ്ടല്ല, ദൈവത്തോടൊപ്പം സമയം ചെലവഴിച്ചതുകൊണ്ടാണ് അവൻ മാറിയത്. ഇതൊരു ചെറിയ അനുഭവമല്ല, ആഴത്തിലുള്ള ഒരു പരിവർത്തനമാണ്. നാം പലപ്പോഴും പ്രാർത്ഥന ഒരു കടമയായി കാണുന്നില്ലേ? ദൈവ സാന്നിധ്യം ഒരു ചടങ്ങല്ല, അതൊരു ജീവിക്കുന്ന അനുഭവമാണ്. മോശ സീനായി പർവ്വതത്തിൽ നിന്നപ്പോൾ അവൻ ദൈവത്തോടൊപ്പം മാത്രമായിരുന്നു. അവിടെ ദൈവം അവനോട് സംസാരിച്ചു, അവനെ ശക്തിപ്പെടുത്തി. ദൈവത്തോടുള്ള ഏകാഗ്രത ആത്മാവിനെ ദൈവിക പ്രകാശത്തിലേക്ക് ഉയർത്തുന്നു. നാം ദൈവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് ഉയരുന്നു. ദൈവത്തിലേക്ക് ഉയരുന്നത് ഒരിക്കലും അവസാനിക്കാത്ത ഒരു യാത്രയാണ്. അതിനാൽ ദൈവസാന്നിധ്യം ഒരു ദിവസത്തെ അനുഭവമല്ല, അത് ജീവിതകാലം മുഴുവൻ തുടരേണ്ടതായ ഒരു യാത്രയാണ്. ദിവസത്തിൽ കുറച്ച് നിമിഷങ്ങൾ പോലും ദൈവത്തിനായി മാറ്റിവെക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റും. പ്രാർത്ഥന, ഉപവാസം, വചനധ്യാനം ഇവയൊക്കെ നമ്മുടെ ആത്മാവിനെ പുതുക്കുന്ന വഴികളാണ്. പ്രാർത്ഥന ഒരിക്കലും സമയം നഷ്ടമല്ല, അത് ജീവിതത്തിന് വലിയൊരു ലാഭമാണ്. ദൈവസാന്നിധ്യം അന്വേഷിക്കുക, ജീവിതം പ്രകാശിക്കും. ദൈവത്തോടൊപ്പം ചെലവഴിച്ച സമയം ഒരിക്കലും വെറുതെയാകില്ല എന്ന ബോധ്യം നമുക്കുണ്ടാകണം. പ്രിയമുള്ളവരെ, മോശ ദൈവസാന്നിധ്യത്തിൽ നിന്നപ്പോൾ അവനൊരു സാധാരണ മനുഷ്യനിൽ നിന്ന് ദൈവത്തിൻ്റെ മഹത്വം പ്രതിഫലിപ്പിക്കുന്ന മനുഷ്യനായി മാറി. ഇന്ന് അതേ ദൈവം നമ്മെ വിളിക്കുന്നു അവൻ്റെ സാന്നിധ്യത്തിലേക്ക്. നമുക്കവിടെ സമയം ചെലവഴിക്കാം. അപ്പോൾ നമ്മുടെ ജീവിതം ഉറപ്പായും പ്രകാശിക്കും. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നിന്റെ സാന്നിധ്യത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. തിരക്കിനിടയിൽ നിന്നെ അന്വേഷിക്കുന്ന ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. മോശയെ പോലെ നിന്റെ സാന്നിധ്യത്തിൽ നിലകൊള്ളുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ജീവിതം നിന്റെ മഹത്വം പ്രതിഫലിപ്പിക്കുന്നതാകട്ടെ. പ്രാർത്ഥനയിലും നിശബ്ദതയിലും ഞങ്ങളെ വളർത്തണമേ. എല്ലായ്പ്പോഴും നിന്റെ സാന്നിധ്യത്തിൽ നടക്കുവാൻ ഞങ്ങളെ നയിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.